ഇന്ന് നമ്മളൊരു ബർഗറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫോ ചിക്കനോ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ബീഫ് എടുക്കുവാണെങ്കിൽ എല്ലാ ബോൺസും മാറ്റിയിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെയാണ് ചിക്കൻ എടുക്കുവാണെങ്കിലും. അതിനി വേവിക്കാൻ വെക്കണം. ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുക. ഒരു 1/4 കപ്പോളം വെള്ളവും ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ മൂടിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട് ഇവിടെ. അതിന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം. ആകെ ഇറച്ചി മാത്രം ഇട്ടാൽ മതി. ആ വെള്ളമൊന്നും സ്റ്റോക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അടുപ്പിൽ ചൂടാക്കാൻ വയ്ക്കുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് സവാള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2-3 പച്ചമുളക് കൊത്തി അരിഞ്ഞത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴന്നു വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മീറ്റും അത് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലോണം യോജിപ്പിച്ച് കഴിയുമ്പോൾ 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും കൂടി ചേർക്കുക. അതും കൂടി ഇതിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിട്ട് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ആറാൻ മാറ്റി വയ്ക്കാം. ആ നേരത്ത് നമുക്ക് 2 മുട്ടയും വെള്ളയും മഞ്ഞയും കൂടിയുള്ള മുട്ടയെടുത്ത് അതിൽ കുറച്ച് ഉപ്പും ഇച്ചിരി ലേശം കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കട്ട്ലറ്റ് മുക്കി പൊരിക്കാനുള്ള മുട്ടയാണ് ഈ അടിച്ച് വയ്ക്കുന്നത് നമ്മൾ.
കട്ട്ലറ്റ് ഞാനിവിടെ റൗണ്ട് ചെയ്ത് ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 6 എണ്ണമാണ് ഞാൻ 6 ബർഗറാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 6 ബോൾസാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് വീണ്ടും ഈ 1/2 കിലോ ബീഫിൽ നിന്ന് എനിക്ക് പിന്നെയും ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 6 എണ്ണമാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മറ്റൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം ഈ ബോളാക്കി വെച്ചേക്കുന്ന കട്ട്ലറ്റ് ഒന്ന് ഇച്ചിരി പരത്തിയിട്ട്, അത് ഇച്ചിരി വലിയ സൈസായിട്ട് എടുത്തിരിക്കുന്നത്, ഒരു ബണ്ണിന് പാകമായിട്ട് നിൽക്കുന്നത് എടുത്തിട്ട് അത്രയുമുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പരത്തി ആ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഉള്ളിലെല്ലാം ഓൾറെഡി നമ്മുടെ വെന്തിരിക്കുന്നതാണ്. ആകെ ആ പുറമെ മാത്രമേ ഉള്ളൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം സൂക്ഷിച്ച് അത് പൊട്ടിപ്പോകാതെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് 2 വശവും മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈയിങ് പാനിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മുടെ 6 കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബണ്ണിലോട്ട് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 2-3 തക്കാളി അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പിന്നെ ചീസ് സ്ലൈസാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ലെറ്റ്യൂസിൻ്റെ ലീഫ് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ ബർഗർ ബണ്ണ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യുക, ഫുള്ളായിട്ടങ്ങ് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇത് ആദ്യം ക്യൂക്കമ്പർ ഉണ്ടെങ്കിൽ ക്യൂക്കമ്പറും വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചീസ് സ്ലൈസ് എടുത്ത് ഒരെണ്ണം വെച്ചു അവിടെ. അത് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം കട്ട്ലറ്റ് വേണമെങ്കിൽ കട്ട്ലറ്റ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റോ എങ്ങനെ വേണമെങ്കിലും അത് സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാതിരിയാണ്. അതിന് മേലിൽ ഞാനിത് കവർ ചെയ്തതിന് ശേഷം ഞാനൊരു ക്യാരറ്റ് അതിൻ്റെ മേലിൽ വെച്ച് ടൂത്ത് പിക്ക് കൊണ്ട് അത് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ കട്ട്ലറ്റ് സോസായിട്ട് വെറുതെ തിന്നാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവാം. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേനും ഫില്ലിംഗ് ആയിരിക്കും കുട്ടികൾക്കെല്ലാം. വൈകുന്നേരം ആവട്ടെ കാലത്തേക്കാണെങ്കിലും കഴിക്കാനായിട്ട് പിള്ളേർക്ക്